ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 41-ാമത്തെ ശ്ലോകം നോക്കാം. ഹേമസിംഹയുതം ജൈതദ്വൈഷ്ണവായ ദദാതി ച കൃഷ്ണേന സഹ സായുജ്യം സ പുമാം ലഭതേ ധ്രുവം. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭാഗവത മഹാത്മ്യത്തിൻ്റെ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞപ്പോൾ ഈ അവസാന കാലത്ത് ആ ഒരു ഭാഗവത കഥ പരീക്ഷിത് മഹാരാജാവിനെ പോലെ കേട്ടുകൊണ്ട് ഈ ശരീരത്തെ വെടിയാൻ ഭാഗ്യം സിദ്ധിച്ചാൽ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. ഇനി അടുത്തത് എന്താണ്? ഈ ഒരു ഭാഗവത ഗ്രന്ഥത്തിൻ്റെ മഹാത്മ്യം അഥവാ മോക്ഷപ്രാപ്തിയിലേക്കുള്ള വേറൊരു മാർഗം. ഇത് ഇങ്ങനെ ഓരോരോ മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഭാഗവത ഗ്രന്ഥം എന്ന് പറയുന്നതിൻ്റെ മഹത്വം കാണിക്കാൻ ആ ഒരു ഗ്രന്ഥം കൊണ്ട് തന്നെ മോക്ഷപ്രാപ്തിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാം, മറ്റുള്ളവയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും മറ്റു പലതും നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ. തീർത്ഥസ്ഥാനങ്ങളിൽ പോകുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് പുണ്യ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അടുത്തത് ഈ ഒരു ശ്ലോകത്തിൽ അടുത്ത ഒരു കാര്യം പറയുകയാണ്. ഹേമസിംഹയുതം എന്ന് പറഞ്ഞാൽ, ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണ്ണവർണ്ണമായിട്ടുള്ള, ഹേമവർണ്ണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണവർണ്ണമായിട്ടുള്ള. അപ്പോൾ ഹേമസിംഹയുതം, സിംഹയുതം എന്ന് പറഞ്ഞാൽ സിംഹാസനത്തിന്മേൽ. അപ്പോൾ ഹേമം സ്വർണം, സ്വർണത്തിൻ്റെ സിംഹാസനത്തിന്മേൽ ചൈതദ്വൈഷ്ണവായ ച ഏതത് വൈഷ്ണവായ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ചൈതദ്വൈഷ്ണവായ. ഏതത് എന്ന് പറഞ്ഞാൽ ഇത്, യാതൊന്നാണോ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്, അതായത് ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥം. വൈഷ്ണവായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തന്മാർക്കായിക്കൊണ്ട്, വൈഷ്ണവന്മാർക്കായിക്കൊണ്ട്. ദദാതി ച, ദദാതി എന്ന് പറഞ്ഞാൽ നൽകുക, ദദാതി ച എന്ന് പറഞ്ഞാൽ യാതൊരാളാണോ ഈ ഒരു ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തെ ഒരു സ്വർണസിംഹാസനത്തിന്മേൽ വെച്ചുകൊണ്ട് ഈ വൈഷ്ണവർക്കായിക്കൊണ്ട്, ഏതെങ്കിലും ഒരു വൈഷ്ണവനായിക്കൊണ്ട് അല്ലെങ്കിൽ വിഷ്ണു ഭക്തനായിക്കൊണ്ട് നൽകുന്നത്, യാതൊരാൾ നൽകുന്നുവോ കൃഷ്ണേന സഹ സായുജ്യം സ പുമാം ലഭതേ ധ്രുവം. കൃഷ്ണേന, കൃഷ്ണേന സഹ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനോട് കൂടി, കൃഷ്ണേന സഹ കൃഷ്ണനോട് കൂടി എന്ന് പറഞ്ഞാൽ ഭഗവാനോട് കൂടി. സായുജ്യം, സായുജ്യത്തെ, സ എന്ന് പറഞ്ഞാൽ സഹ, അതായത് അവൻ, അതായത് ആ എന്നുള്ള അർത്ഥത്തിൽ എന്താ, പുമാൻ ലഭതേ ധ്രുവം. പുമാൻ ലഭതേ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് പുമാം ലഭതേ. പുമാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു നരൻ, ആ മനുഷ്യൻ, ആ ആള് ആരാണോ, ആ സുഹൃത്തി ആരാണോ ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന, ആ നല്ല ബുദ്ധി തോന്നുന്ന ആ മനുഷ്യൻ ആരാണോ ആ ആള് ലഭതേ ധ്രുവം. ലഭതേ ലഭിക്കുന്നു, എന്ത്, ഭഗവാനോട് കൂടിയുള്ള ഒരു സായുജ്യം അഥവാ ഭഗവാനിലോട് ലയിച്ചു ചേരുവാനുള്ള ആ ഒരു മഹാഭാഗ്യം, സായുജ്യം ലഭിക്കുന്നു എന്നുള്ളത് ധ്രുവം, ഉറപ്പാണ്, നിശ്ചയമാണ്. അപ്പോൾ ഇവിടെ ഓരോരോ ഘട്ടങ്ങളിലായിക്കൊണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ മാർഗത്തിൽ ഈ ശ്രീമദ് ഭാഗവത ഗ്രന്ഥത്തിലൂടെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേരാമെന്ന് പറയുമ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ ഇങ്ങനെയും കൂടി എടുത്തു പറഞ്ഞത് ഉറപ്പാണ്. അല്ലെങ്കിൽ തന്നെയും നമുക്കറിയാം സനകാദി മഹർഷിമാർ പറയുന്നത് അത്രമാത്രം വ്യക്തതയുള്ള, സ്പഷ്ടമായിട്ടുള്ള, ഉറപ്പായിട്ടുള്ള ഒരു കാര്യം മാത്രമേ ഇവിടെ, അങ്ങനെയുള്ള മഹത്തുക്കൾ നമുക്ക് അവരവരുടെ അനുഭവത്തിൽ നിന്നും തിരിച്ചറിഞ്ഞ വാസ്തവികമായ കാര്യങ്ങൾ, പരമമായ സത്യത്തെ മാത്രമാവും മറ്റുള്ളവർക്ക് ഉപദേശം നൽകുന്നത്. ഇവിടെ ശ്രീ നാരദ മഹർഷിക്കാണ്, അതും നമ്മളെപ്പോലെയുള്ള വെറും സാധാരണക്കാർക്കല്ല, പരമഭാഗവതനായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയോട് പറയുകയാണ്, ഉറപ്പായിട്ടും അങ്ങനെയുള്ളവർക്ക് ഭഗവാനോടുകൂടി സായുജ്യത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സായുജ്യത്തിൻ്റെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു 4 ഘട്ടങ്ങളല്ലേ. സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം. അഥവാ ആ ഭഗവാനോട് തന്നെ അങ്ങോട്ട് ചേരുന്ന ഭാവം, ഭഗവാനായി മാറുന്ന ഭാവത്തിലേക്ക്, ആ ഒരു സായുജ്യ പദവിയിലേക്ക് എത്തിച്ചേരുന്നതാണ് യാതൊരാളാണ് ഒരു സ്വർണ്ണപീഠത്തിന്മേൽ, സ്വർണ്ണസിംഹാസനത്തിന്മേൽ അഥവാ സ്വർണ്ണപീഠത്തിന്മേൽ ഈ ഒരു ഭാഗവത ഗ്രന്ഥത്തെ ഒരു വൈഷ്ണവനായിക്കൊണ്ട്, വിഷ്ണു ഭക്തനായിക്കൊണ്ട് ദാനം ചെയ്യുന്നത്. അവരുറപ്പായിട്ടും ഭഗവത് സ്വരൂപത്തോട് ചേരുക തന്നെ ചെയ്യും, ആ സായുജ്യ പദവിയിലേക്ക് എത്തുക തന്നെ ചെയ്യും.
ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഹേമസിംഹയുതം ചൈതദ്വൈഷ്ണവായ ദദാതി ച കൃഷ്ണേന സഹ സായുജ്യം സ പുമാൻ ലഭതേ ധ്രുവം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചൈതദ്വൈഷ്ണവായ, അത് കഴിയുന്നതും മുറിക്കാതെ തന്നെ വായിക്കുക. ആ ദ്വൈ എന്ന് വരത്തക്ക വിധത്തിൽ തന്നെ ഏതദ് വൈഷ്ണവായ ആണെങ്കിലും പദങ്ങൾ ഛേദിക്കാതെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് രണ്ടാമത്തെ വരിയിലേക്ക് വരുമ്പോൾ അല്പം പാഠഭേദം ചിലപ്പോൾ കാണാം. പുമാൻ ലഭതേ എന്ന് രണ്ടായിട്ടും എഴുതിയിട്ടുണ്ടാവാം ചില ഗ്രന്ഥങ്ങളിൽ, ചിലതിൽ പുമാം ലഭതേ, അവിടെ ലാ കൂട്ടക്ഷരമാണ്. അപ്പോൾ അവരവരുടെ ഗ്രന്ഥത്തിൽ എങ്ങനെയാണോ അപ്പോൾ കൂട്ടക്ഷരമാണ് വരുന്നതെങ്കിൽ പുമാം എന്നായിരിക്കും. അപ്പോൾ പുമാം ലഭതേ അല്ല കൂട്ടക്ഷരത്തിൽ വായിക്കുക, അല്ലെങ്കിൽ പുമാൻ ലഭതേ എന്ന് വായിക്കുക. ഇനി നമുക്ക് 42ാമത്തെ ശ്ലോകം നോക്കാം. ആ ജന്മമാത്രമപി യേന ശഠേന കിഞ്ചിത് ചിത്തം വിധായ ശുകശാസ്ത്രകഥാന പീതാ ചാണ്ഡാലവച്ച ഖരവദ്ബദതേന നീതം മിഥ്യാസ്വജന്മ ജനനീ ജനി ദുഃഖഭാജാ. ഇനി ഈ ഒരു ശ്ലോകത്തിൽ ഈ ഭാഗവത ഗ്രന്ഥത്തെക്കുറിച്ച്, ഗ്രന്ഥത്തിൽ താല്പര്യമില്ലാത്തവരെക്കുറിച്ച്, അല്ലെങ്കിൽ ഭാഗവതി കഥയിൽ ഈ ഭഗവത് കഥകളിൽ തീരെ താല്പര്യമില്ലാത്ത ആളുകളെക്കുറിച്ചുള്ള ആ സനൽകുമാരാദി മഹർഷിമാർ ആ ഭഗവാനെ ആ ഒരു കാഴ്ചപ്പാട്, അവരുടെ കാഴ്ചപ്പാട് പറയുകയാണ്. അതായത് ഭഗവാന്റെ കഥകളിലെങ്ങും കേൾക്കാൻ യാതൊരു താല്പര്യവുമില്ലാതെ ഇരിക്കുക, അക്ഷരാർത്ഥത്തിൽ പശുജീവിതം നയിക്കുക, ഒരു തരത്തിലും ആത്മീയമായ കാര്യങ്ങളിലൊന്നും വേണ്ടത്ര രുചിയില്ലാതെ ഇരിക്കുക. അങ്ങനെ രുചിയുള്ളവരോട് തന്നെ ഒരു പുച്ഛഭാവം അഥവാ ഒരു അവഗണനാഭാവം, ഇതൊന്നുമില്ലാതെ ജീവിക്കുന്നതാണ് വളരെ കേമമായിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്നൊക്കെ വിചാരിക്കുന്നവരില്ലേ, അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആജന്മമാത്രമപി യേന ശഠേന കിഞ്ചിത് ചിത്തം. ആജന്മമാത്രമപി, ആജന്മമാത്രം അപി, അതായത് ഈ ഒരു ജന്മത്തിൽ, ആ ജന്മം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ജന്മത്തിൽ മാത്രമപി, അത് ഒരു മാത്രയെങ്കിലും, ഒരു നിമിഷമെങ്കിലും, യേന ഷഠേന, യേന യാതൊരു, ഷഠേന എന്ന് പറഞ്ഞാൽ ഷഠനാൽ മൂഢനാൽ, കിഞ്ചിത് ചിത്തം, കിഞ്ചിത് ചിത്തമാണ് കിഞ്ചിത് ചിത്തം, അങ്ങനെ അല്പമെങ്കിലും ചിത്തത്തെ അഥവാ അല്പമെങ്കിലും മനസ്സിനെ വിധായ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച്, അഥവാ മനസ്സിരുത്തി എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ചിത്തം വിധായ, മനസ്സിരുത്തി, മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് എന്തിൽ, ശുകശാസ്ത്ര കഥ, ഈ ശ്രീശുക മഹർഷിയാൽ രചിക്കപ്പെട്ട ഈ ശാസ്ത്രഗ്രന്ഥത്തിൻ്റെ കഥയിൽ, അഥവാ ഈ ഭഗവാന്റെ കഥയിൽ, ഈ ഭാഗവത കഥയിൽ ന പീത എന്ന് പറഞ്ഞാൽ ഇവിടെ പീത എന്ന് പറയുക, പീതം ചെയ്യുക എന്ന് പറഞ്ഞാൽ പാനം ചെയ്യുക, കുടിക്കുക എന്നാണ് ഇവിടെ അർത്ഥം. പക്ഷേ ഇവിടെ ന പീത, പാനം ചെയ്യുന്നില്ലെങ്കിൽ അഥവാ ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗവത കഥയെ ഒരിക്കലെങ്കിലും ഇതെന്താണെന്നൊന്ന് അറിയാൻ ശ്രമിക്കാത്തവർ, ഇതിനോട് തീരെ താല്പര്യമില്ലാത്തവർ, അങ്ങനെ യാതൊരു മൂഢനാണോ ഉള്ളത് പറയുകയാണ്. ചണ്ഡാലവച്ച ഖരവദ്ബദതേന നീതം. ചണ്ഡാലവത് ച, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ചണ്ഡാലവച്ച എന്ന് പറഞ്ഞാൽ ചണ്ഡാളൻ്റെയും, അഥവാ ചണ്ഡാല ജന്മം പോലെയും, എന്താ, ഖരവത് ബദതേന നീതം. ഖരവത്, ഖരം എന്ന് പറഞ്ഞാൽ കഴുത, ഖരവത് കഴുതയുടെയും, അപ്പോൾ ഒരു ചണ്ഡാളൻ്റെയും ഒരു കഴുതയുടെയും ഒക്കെ ബദതേന നീതം. ബദ എന്ന് പറഞ്ഞാൽ ആ ഒരു അവരെക്കുറിച്ചൊരു പരിതപിക്കുകയാണ്, അഥവാ ഒരു കഷ്ടം തന്നെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. തേന നീതം,
തേന എന്ന് പറഞ്ഞാൽ അവന് അഥവാ ആർക്കാണോ ഇതിനോട് താല്പര്യമില്ലാത്ത, ഒരിക്കലെങ്കിലും ഇതൊന്ന് കേൾക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്തവർക്ക് നീതം, നീതം എന്ന് പറഞ്ഞാൽ നൽകപ്പെട്ടത്. അപ്പോൾ അവർക്ക് ഈ നൽകപ്പെട്ട മിഥ്യാസ്വജന്മ ജനനീ ജനിദുഃഖഭാജ, മിഥ്യ എന്ന് പറഞ്ഞാൽ മിഥ്യയായിപ്പോയില്ലേ, വ്യർത്ഥമായിപ്പോയില്ലേ, എന്ത് സ്വജന്മ, അവർക്ക് കിട്ടിയ ഈ ഒരു ജന്മം അക്ഷരാർത്ഥത്തിൽ അത് വ്യർത്ഥമായിപ്പോയി. കാരണം ഈ ഒരു ജന്മം എന്തിനു വേണ്ടിയുള്ളതാണ്? നമ്മുടെയൊക്കെ പരമമായ ആ തത്വത്തെ അറിയുവാനുള്ളതാണ്. അതറിയുക എന്ന് പറഞ്ഞാൽ അത് ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഉള്ളിലെ സത്ത്. ആ സത്തായിട്ടുള്ള ഒന്ന് യാതൊന്നാണോ അത് ഈശ്വരീയമായ ഒന്ന് തന്നെയാണ്. അത് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. കാരണം സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്നത് ആ ഈശ്വര സത്തയാണ്. അതുകൊണ്ടാണ് അതങ്ങനെ നിലനിൽക്കുന്നത് പോലും, അല്ലേ? എത്രയോ ശിലകളുണ്ട്. ആ ശിലകളിൽ നിന്നെല്ലാം ശില്പമുണ്ടാകുന്നില്ല. എന്നാൽ ശിലകളിലൊക്കെയും ചൈതന്യമുണ്ടെങ്കിൽ പോലും ആ ചൈതന്യത്തിൽ നിന്നും ചൈതന്യത്തിൻ്റെ ആ ചൈതന്യഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവയെ മുറിച്ചു മാറ്റുമ്പോൾ മാത്രമാണ് ഒരു ശിലയിൽ നിന്നും ശില്പം രൂപാന്തരപ്പെടുന്നത്, അല്ലേ? എല്ലാ ശിലകളിലുമുണ്ട്. പക്ഷേ ചില ശിലകളിലാവട്ടെ ആ മുറിച്ചു മാറ്റപ്പെടാൻ നിന്നു കൊടുക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ശിലകളിൽ നിന്നും, അത്തരം ശിലകളിൽ നിന്നും മനോഹരമായ ശില്പം രൂപാന്തരപ്പെടാത്തതുപോലെ ഓരോ മനുഷ്യജന്മവും ഇതിനു വേണ്ടിയുള്ളതാണ്. ആ ഈശ്വരനെ അറിയാൻ, തന്നെ ഉള്ളിൽ കുടികൊള്ളുന്ന, ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ഈശ്വരനെ അറിയാൻ, സർവ്വചരാചരങ്ങളിലും കുടികൊള്ളുന്ന ആ ഈശ്വര ഭാവത്തെ കാണാൻ, അങ്ങനെ കാണാൻ ശ്രമിക്കാതെ പോകുന്നത് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞ വെട്ടിമാറ്റാൻ നിന്നു കൊടുക്കാത്ത, അല്ലെങ്കിൽ അതിന് വശമായി കൊടുക്കാത്ത ഒരു ശിലയെ പോലെയാണ്. പാഴ്ജന്മമായി പോകുന്നില്ലേ അങ്ങനെയുള്ളവരുടെയൊക്കെ ജന്മങ്ങൾ? അത്തരം മൂഢന്മാരുടെ ജന്മം എന്ന് പറയുന്നതാകട്ടെ ജനനി ദുഃഖഭാജ. ജനനി എന്ന് പറഞ്ഞാൽ അമ്മ. അമ്മയ്ക്ക് ജനിദുഃഖഭാജ, ജനിദുഃഖത്തെ അഥവാ ജന്മം കൊടുക്കുക, ആ ഒരു ജന്മം കൊടുക്കുന്ന സമയത്തെ ആ ഒരു ദുഃഖഭാജ, ദുഃഖത്തെ മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാവുന്നു അങ്ങനെയുള്ളവരുടെ ജന്മം. കാരണം ആ ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ, ഒരു പ്രസവത്തിലൂടെ ആ അമ്മ അനുഭവിക്കുന്നത് തൻ്റെ ശരീരത്തിലെ എല്ലാ വ്യവസ്ഥകളിലൂടെയും വേദന അനുഭവിച്ച്, എല്ലാ സിസ്റ്റത്തിലൂടെയും, അല്ല പലതരത്തിലുള്ള, അത് രക്തചംക്രമണ വ്യവസ്ഥയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള വ്യവസ്ഥകളിലും ഒരേപോലെ ഉൾക്കൊള്ളുന്ന ഒരു പ്രക്രിയയാണ് ഒരു പ്രസവം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ അമ്മയും തൻ്റെ ഒരു കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അനുഭവിക്കുന്ന വേദന അതിനുവേണ്ടി മാത്രമുള്ളത്, ആ അമ്മയ്ക്ക് ആ വേദനയെ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളതാകുന്നു ഇത്തരത്തിലുള്ള മൂഢന്മാരുടെ ജന്മം. കാരണം ഈ മഹത്തായ മനുഷ്യജന്മത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ, അതിൻ്റെ ലക്ഷ്യം മനസ്സിലാക്കാതെ വെറും പശുജീവിതം നയിക്കുന്ന ഇത്തരം മൂഢന്മാരെ, ഭഗവത് കഥകളിൽ താല്പര്യമില്ലാത്തവരെ, ഒരിക്കലെങ്കിലും അല്പമെങ്കിലും മനസ്സിരുത്തി ഈ ഭാഗവത കഥയെ കേൾക്കുവാൻ ശ്രമിക്കാത്തവരെ, അതിനോട് ഒട്ടും തന്നെ രുചിയില്ലാത്തവരെക്കുറിച്ച് അതല്ലാതെ മറ്റെന്തു പറയാൻ? പെറ്റമ്മയ്ക്ക് ആ പേറ്റുനോവിനെ കൊടുക്കുവാൻ വേണ്ടി മാത്രം ജന്മമെടുത്ത വെറും മൂഢജന്മങ്ങൾ മാത്രമാണ്. ഇവരുടെ ജന്മമൊക്കെ തീർത്തും വ്യർത്ഥം തന്നെയാണ്, പാഴായി പോയില്ലേ എന്നിവിടെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പരിതപിക്കുകയാണ്, അഥവാ കഷ്ടം തോന്നുകയാണ് അങ്ങനെയുള്ളവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ശ്രീ സനൽകുമാരാദി മഹർഷിമാർക്ക്. അതുകൊണ്ടാണ് പറഞ്ഞ ബത തേന നീതം, എന്ത് കഷ്ടമാണ് അവർക്ക് കൊടുക്കപ്പെട്ട ഈ ജന്മം, ഈ എത്രയോ അവർ വ്യർത്ഥമാക്കി കളയുന്നുവല്ലോ, കഷ്ടം തന്നെ എന്നിവിടെ പറയുകയാണ്. ആചാര്യന്മാർ പറയാറുണ്ട്, ഇത്തരം ഉള്ളവരെ, ഇങ്ങനെയുള്ള സംസ്കാരമില്ലാത്തവർ, തങ്ങൾക്ക് കാവൽ നിൽക്കുന്ന നായയെപ്പോലും എന്താ പറയുക, അതിനെപ്പോലും ഭക്ഷിക്കുന്നവരാണ്, അതിനും മടിക്കാത്തവരാണ് അത്രമാത്രം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർക്ക് തൻ്റെ സഹജീവികളോട്, തന്നോടൊപ്പം ജീവിക്കുന്നവരോട് ഒന്നും തന്നെയും, തൻ്റെ ചുറ്റിനുമുള്ളവരോടൊന്നും ഒരു സദ്ഭാവം അവർക്കുണ്ടാവുകയില്ല. അവർക്കതിനെയൊന്നും
ഒരു ബഹുമാനഭാവത്തോടുകൂടി തൻ്റെ ചുറ്റിനുമുള്ള ഒരു ജീവിയെപ്പോലും അവർക്ക് കാണാൻ കഴിയുന്നില്ല. മനുഷ്യജന്മത്തെയുമില്ല, മൃഗങ്ങളെയുമില്ല. അവർക്കൊക്കെ തങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് തനിക്ക് ചുറ്റുമുള്ളവയൊക്കെ എന്ന് ചിന്തിക്കുന്നവരാവും ഇത്തരത്തിലുള്ള ജന്മങ്ങൾ. നമ്മൾ ഇതിൽ ജ്ഞാനപ്പാനയിൽ പൂന്താനം തിരുമേനി പറയുന്നത് പോലെ കുങ്കുമത്തിൻ്റെ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദഭം എന്ന് പറയുന്നത് പോലെ, ഗർദഭം എന്ന് പറഞ്ഞാൽ കഴുത അല്ലേ, തൻ്റെ പുറത്തേറ്റിയിരിക്കുന്ന ആ കുങ്കുമത്തിൻ്റെ അത്രയും സവിശേഷമായ ഗന്ധമൊന്നും അറിയാൻ അറിയാതെ വെറുതെ അങ്ങനെ ചുമക്കുകയാണ് ആ ഭാരം. ഇതുപോലെയാണ് ഈ മനുഷ്യജന്മം. അഥവാ ഇതിലൊന്നും താല്പര്യമില്ലാത്ത, ആത്മീയ വിഷയങ്ങൾ താല്പര്യമില്ലാത്ത മനുഷ്യജന്മങ്ങൾ വെറുതെ ഈ ശരീരത്തെ അങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ അത്തരം ജന്മങ്ങളെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് കഥയില്ല. പെറ്റമ്മയുടെ പേറ്റുനോവിനായി വഴിയൊരുക്കി എന്നത് ഒഴിച്ചാൽ അവർക്ക് വെറുതെ അങ്ങനെയൊരു ഒരു സ്ത്രീരത്നത്തിന് അമ്മയെന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ രത്നം തന്നെയാവണം. അങ്ങനെയുള്ള ആ അമ്മയ്ക്ക് വെറുതെ ഒരു വേദന കുറച്ച് നേരത്തേക്ക് അതികഠിന വേദനയെ നൽകുവാൻ വേണ്ടിയല്ലാതെ പാഴ്ജന്മങ്ങളായി തന്നെ പോകുന്നുവല്ലോ. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആ ജന്മ മാത്രമപിയേന ഷഠേന കിഞ്ചിത് ചിത്തം വിധായ ശുഖശാസ്ത്രകഥാന പീത ചാണ്ഡാലവച്ച ഖരവദ്ബദതേന നീതം മിഥ്യാ സ്വജന്മ ജനനീ ജനി ദുഃഖഭാജ. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൊതുവെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. ചാണ്ഡാലവച്ച, മൂന്നാമത്തെ വരിയിൽ അവിടെ ചായൊക്കെ കൂട്ടക്ഷരമാണ്, അതൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ജനനീജനി ദുഃഖഭാജ, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ജീവച്ഛവോ നിഗതിതസ്സതു പാപകർമ്മ യേന ശ്രുതം ശുകകഥാവചനം ന കിഞ്ചിത് ധിക്തം നരം പശുസമം ഭുവി ഭാരരൂപം ഏവം വദന്തി ദിവിദേവ സമാജമുഖ്യാ. ഈ ഒരു ശ്ലോകത്തിൽ, നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, അവർ ഈ ഒരു മനുഷ്യജന്മം ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളെ സാധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്, നേടുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അത് മനസ്സിലാക്കാതെ ആ പരമമായ ഭഗവത് പാദങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ഓരോ മനുഷ്യജന്മത്തിൻ്റെയും യാത്രയുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിയാതെ ജീവിതത്തെ പാഴാക്കി കളയുന്നു. അല്ലെ, ഒരു ആയുസ്സെന്ന് പറയുമ്പോൾ ആ ജനനം മുതൽ മരണം വരെയുള്ള കാലയളവിൽ എപ്പോഴെങ്കിലും അല്പസമയമെങ്കിലും ഒന്ന് മനസ്സിരുത്തി ഭഗവാനെ അവിടുത്തെ കഥകൾ കേൾക്കുവാനുള്ള ഒരു താല്പര്യമില്ലാത്തവരെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇനി ഈ ഒരു ശ്ലോകത്തിൽ ആ ശ്ലോകത്തെക്കുറിച്ച് തന്നെ ഒന്നുകൂടി ഒന്ന് വിശദീകരിച്ച് പറയുകയാണ്. ജീവച്ഛവോ നിഗതിത. ജീവച്ഛവ എന്ന് പറഞ്ഞാൽ ജീവച്ഛവമായിട്ട് ജീവിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ചൊരു ചൈതന്യഭാവം അഥവാ ആ ഒരു സത്തായിട്ടുള്ള ആ ഒരു ഭാവം അവരുടെ കർമ്മങ്ങളിലോ മനോഭാവത്തിലോ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ ജീവച്ഛവം അല്ലെ. സത്ത് വിട്ടുപോകുന്ന ദേഹത്തെയാണ് നമ്മൾ ശവം എന്ന് പറയുന്നത്. ആ സത്ത് ഇരിക്കുമ്പോൾ പോലും അതിൻ്റെ ആ ഒരു പ്രഭാവം പുറത്തേക്ക് പ്രസ്ഫുരിക്കാത്ത ശവമായി കഴിയുന്ന, ജീവനുള്ള ശവമായി കഴിയുന്ന അങ്ങനെയുള്ള ജീവച്ഛവോ നിഗതിത എന്ന് പറഞ്ഞാൽ കണക്കാക്കപ്പെടുന്നു അല്ലെങ്കിൽ പറയപ്പെടുന്നു. എന്ത്? സതു പാപകർമ്മ. സ എന്ന് പറഞ്ഞാൽ അവന്, അങ്ങനെയുള്ള അതായത് നമ്മൾ തൊട്ടു മുൻപ് പറഞ്ഞ തരത്തിലുള്ള മനുഷ്യൻ അവൻ. അവനാകട്ടെ പാപകർമ്മ എന്ന് പറഞ്ഞാൽ അവന് പാപങ്ങൾ മാത്രം ചെയ്യുന്നവനാകുന്നു, പാപിയാകുന്നു, മഹാപാപിയാകുന്നു. എന്നിട്ട് പറയുകയാണ് യേന ശ്രുതം ശുകകഥാവചനം ന കിഞ്ചിത്. യേന എന്നാൽ യാതൊരാൾ, ശ്രുതം എന്ന് പറഞ്ഞാൽ കേൾക്കുക, ശുകകഥാവചനം ന കിഞ്ചിത്. ഈ ഒരു ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ടിട്ടുള്ള ഭാഗവത കഥയെ ന കിഞ്ചിത് എന്ന് പറഞ്ഞാൽ അല്പം പോലും ഇല്ലയോ. കിഞ്ചിത് എന്ന് പറഞ്ഞാൽ അല്പം എന്നുള്ള അർത്ഥം. ന കിഞ്ചിത് അല്പം പോലും ഇല്ലയോ. അഥവാ യാതൊരു ആളാണോ ജീവച്ഛവമായി അല്ല അങ്ങനെ ഒരായുസ് മുഴുവൻ ഉണ്ടായിട്ടും ഈ ഭാഗവത കഥയെ, ശ്രീശുക മഹർഷിയാൽ ഉക്തമായിട്ടുള്ള ഈ ഭാഗവത കഥയെ അല്പം പോലും കേൾക്കുന്നില്ലയോ.
കേൾക്കുവാനുള്ള ഒരു ഭാഗ്യം, ഒരു സുഹൃതമില്ലാതെ പോകുന്നത്. അവരുടെ കാര്യം പറയാണ്. ധിക് തം, ധിക് എന്ന് പറഞ്ഞാൽ നിന്ദ്യനാവുന്നു, അത്യന്തം നിന്ദ്യനാണവന്. തം, തം എന്ന് പറഞ്ഞാൽ അവൻ എന്നുള്ള അർത്ഥത്തിൽ, അതായത് ആ ഒരു വ്യക്തി, അതായത് നമ്മളിപ്പം പറഞ്ഞ മൂഢനായിട്ടുള്ള തം നരം, അങ്ങനെയുള്ള ആ മനുഷ്യൻ എന്താ പറഞ്ഞ പശു സമം, മൃഗതുല്യനായിട്ട്, പശുവിനെ പോലെ എന്താ ഭുവി, ഭുവി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി ദേവിക്ക് ഭാരരൂപമേവം, ഭാരരൂപം ഏവം എന്ന് പറഞ്ഞാൽ ഒരു ഭാരത്തിനായിക്കൊണ്ട്, ഈ ഭൂമിദേവിയുടെ ഭാരത്തെ കൂട്ടാൻ വേണ്ടി മാത്രം ജന്മമെടുത്തിരിക്കുന്ന, അങ്ങനെ ഒരു രൂപം ധരിച്ചിരിക്കുന്നവൻ മാത്രമാണെന്ന് വദന്തി, വദന്തി എന്ന് പറഞ്ഞാൽ പറയുന്നു. ദിവി ദേവസമാജമുഖ്യ, ദിവി എന്ന് പറഞ്ഞാൽ ദേവലോകത്തിൽ ദേവസമാജമുഖ്യ, ദേവന്മാരിൽ മുഖ്യരായിട്ടുള്ളവർ, ആ ദേവസമൂഹത്തിൽ, ആ ദേവലോകത്തിൽ ദേവസമൂഹത്തിൽ മുഖ്യരായിട്ടുള്ളവർ എന്ന് പറഞ്ഞാൽ യാതൊരാളുടെ വാക്കുകളാണോ പ്രാമാണികമായി നമുക്ക് എടുക്കാവുന്ന അവരെയാണ് മുഖ്യൻ എന്ന് പറയാം, അല്ലേ? നമ്മൾ എപ്പോഴും പ്രധാനിയുടെ വാക്കുകളെ നമ്മൾ മുഖവിലക്കെടുക്കുന്നത് പോലെ അങ്ങനെയുള്ള മുഖ്യരായിട്ടുള്ള ദേവന്മാരൊക്കെയും ആ ദേവസമൂഹത്തിലെ പ്രമുഖരൊക്കെയും പറയുന്നു, അങ്ങനെയുള്ളവരാകട്ടെ ഈ ഭാഗവത കഥയെ ഒരല്പമെങ്കിലും ഒന്ന് കേൾക്കുവാൻ കൂട്ടാക്കാതെ ഇരിക്കുന്നുവോ, ശ്രവിക്കുവാൻ കഴിയാതെ പോകുന്നുവോ, യാതൊരാളാണോ എപ്പോഴും സദാ അവൻ്റെ ഈ ഒരു മനുഷ്യജന്മം മുഴുവൻ കർമ്മങ്ങൾക്കായി വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത്, അവൻ ജീവൻ മൃതനാകുന്നു, ജീവച്ഛവമാകുന്നു. പിന്നെയോ അങ്ങനെയുള്ള ആ മൃഗപ്രായമായിട്ടുള്ളവൻ അഥവാ മൃഗതുല്യനായിട്ടുള്ളവൻ, നമുക്കറിയാം ഭക്ഷണം, അതേപോലെ നിദ്ര, അന്നം, നിദ്ര, മൈഥുനം, ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ് പശുക്കൾ അല്ലെങ്കിൽ മൃഗങ്ങൾ. അവർക്കത് മൂന്നുമേ ഉള്ളൂ, അല്ലെ? ഒരു വിവേകബുദ്ധി ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ചില കാര്യങ്ങളിൽ നോക്കിയാൽ ഒരു പക്ഷേ മനുഷ്യരെക്കാൾ അല്പവും കൂടി വിവേകബുദ്ധിയുണ്ട് എന്ന് നമുക്ക് കാണാം മൃഗങ്ങൾക്ക്. കാരണം മൃഗങ്ങൾ പോലും ചെയ്യാൻ ലജ്ജിക്കുന്ന കാര്യങ്ങൾ, അത്രമാത്രം നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ ഈ കലികാലത്തിൽ മനുഷ്യൻ ചെയ്യുന്നുണ്ട്, അല്ലേ? എന്നാൽ പോലും പറയുകയാണ്, അപ്പോൾ അവർ പശുക്കളെ പോലെ ജീവിക്കുന്ന, മൃഗങ്ങളെ പോലെ ജീവിക്കുന്ന അത്തരം മനുഷ്യർ അത്യധികം നിന്ദാർഹർ തന്നെയാണ് എന്നിങ്ങനെ ദേവസമൂഹത്തിൽ, സ്വർഗലോകത്തിൽ ഇരുന്നുകൊണ്ട് ദേവസമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ളവരൊക്കെയും പറയുന്നു, എത്രയോ നിസ്സാരരാണ്, എത്ര നികൃഷ്ടരാണ്, എത്ര നിന്ദ്യരാണ് അങ്ങനെയുള്ളവരെന്ന് പറയുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ജീവച്ഛവോ നിഗദിതഃ സതു പാപകർമ്മ യേന ശ്രുതം ശുകകഥാവചനം ന കിഞ്ചിത് ധിക്തം നരം പശുസമം ഭുവി ഭാരരൂപമേവം വദന്തി ദിവി ദേവസമാജമുഖ്യ. നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ജീവച്ഛവോ നിഗദിത, അവിടെ ഒരു വിസർഗമുണ്ട്. അതുപോലെ അടുത്തത് ധിക്തം നരം പശുസമം ഭുവി ഭാരരൂപം. ചില ബുക്കുകളിൽ ഭുവി ഭാരരൂപം എന്നവിടെ നിർത്തിയിരിക്കുക, എന്നിട്ട് താഴെ ഏവം എന്നാവും. അതല്ല ഭാരരൂപമേവം എന്നാണെങ്കിൽ അത് അങ്ങനെ ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ മുറിച്ച് വായിച്ചാലും തെറ്റില്ല, കാരണം ചില ബുക്കുകളിൽ അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കും. പിന്നെ അടുത്ത ദേവസമാജമുഖ്യ, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്, അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. ഇനിയും 44-ാമത്തെ ശ്ലോകം, അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.